കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാനെത്തിയ ജീവനക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി ആരോഗ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെ പ്രതിഫലമാണെന്ന് വെൽഫെയർ പാർട്ടി പ്രതിഷേധിക്കുകയും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്നത് ജനാധിപത്യം നൽകുന്ന അടിസ്ഥാന അവകാശമാണെന്നും കേരളം കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ സർക്കാരിന്റെ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ പറഞ്ഞു. ആശുപത്രി സൂപ്രണ്ടിനെതിരെ പ്രതിഷേധം അറിയിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൽക്കാലിക ജീവനക്കാർക്ക് ഉടൻ ശമ്പളം വിതരണം ചെയ്യുകയും അവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുകയും ആരോഗ്യമന്ത്രി തൊഴിലാളികളോട് മാപ്പ് പറയുകയും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വാഭാവികമായി നിവേദനം കൊടുക്കുമ്പോൾ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ പേരിൽ ഈ തൊഴിലാളികൾക്കെതിരെ കേസെടുത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തീർത്തും പ്രതിഷേധാർഹമായ സംഭവവികാസങ്ങളാണ് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മഞ്ചേരിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആരോഗ്യമന്ത്രി ആരാ? ഈ ഇവിടെ സാധാരണക്കാരെ തൊഴിലാളികൾക്ക് നേരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തതിന്റെ പേരിൽ ഒരു ജാമ്യമില്ല വകുപ്പൊക്കെ ഇട്ടുകൊണ്ട് കേസ് എടുക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞത് ചാനലിൽ നിന്ന് പറഞ്ഞ ഇപ്പോൾ പണ്ട് ടീച്ചറമ്മയായിരുന്നു, ഇപ്പോൾ ചാനലമ്മയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി. അവർ വന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാര തൊഴിലാളികളെ കേസെടുക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ്. എന്നാൽ തീർത്തും തൊഴിലാളി വിരുദ്ധമായ നിലപാടുകളാണ് ഓരോ കാര്യത്തിലും നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിഷേധാർഹമാണ്. ആ തൊഴിലാളികൾക്കെടുത്ത കേസ് പൂർണ്ണാർത്ഥത്തിൽ പിൻവലിക്കും വരെ വെൽഫെയർ പാർട്ടി പൂർണ്ണ അർത്ഥത്തിൽ സമരസജ്ജമായി ഉണ്ടാകുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. 1.5 മാസത്തോളം ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തത് ഗുരുതര അനീതിയാണ്. 32 കോടിയിലധികം രൂപ ഇൻഷുറൻസ് തുകയിൽ നിന്ന് സർക്കാർ അനുവദിക്കാനുണ്ട്. അതിൽ വെറും 1 കോടി രൂപ അനുവദിച്ചാൽ പ്രശ്നം ഉടൻ പരിഹരിക്കാനാകും. സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാൽ ശമ്പളത്തിനായി ആശുപത്രി സേവനങ്ങൾക്ക് കൂടുതൽ തുക ഈടാക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും വെൽഫെയർ പാർട്ടി ആരോപിച്ചു. ജനറൽ ആശുപത്രിയെ മഞ്ചേരിയിൽ നിലനിർത്തി മെഡിക്കൽ കോളേജിന് പുതിയൊരു കേന്ദ്രം അനുവദിക്കുന്നതാണ് പ്രശ്നത്തിന് സ്ഥിര പരിഹാരമെന്നും വെൽഫെയർ പാർട്ടി വ്യക്തമാക്കി. FITU ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർക്കാട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുഖീമുദ്ദീൻ CH, സെയ്താലി വലമ്പൂർ, മണ്ഡലം പ്രസിഡന്റ് ഹനീഫ, ബാപ്പുട്ടി അൽ സബാഹ്, ഫൈസൽ നീച്ചിക്കൽ, ഷിഹാബ് തിരൂർക്കാട് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.